ചെറിയ പെരുന്നാൾ ആഘോഷ നിറവിലാണ് വിശ്വാസികൾ. മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിന് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരനും കൊച്ചിയിൽ നിന്ന് AT അശ്വതിയും കോഴിക്കോട് നിന്ന് മേഘന മുരളിയും ചേരുന്നു. ആദ്യം വിഷ്ണുവിലേക്ക്. വിഷ്ണു, തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വൻ ജനപങ്കാളിത്തമാണ് നമുക്ക് നേരത്തെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. പാളയം ഇമാമിന്റെ സന്ദേശവും പ്രസക്തമായിരുന്നു. എന്തൊക്കെയാണ് തിരുവനന്തപുരത്ത് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ലിബീഷ്, ഇന്ന് രാവിലെ 7:30 തന്നെയാണ് ഈദുമായി ബന്ധപ്പെട്ട് പരിപാടികൾ ആരംഭിച്ചത്. ഈദിന്റെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. ഈ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് പാളയം ഇമാം പ്രസക്തമായ പ്രസംഗം നടത്തിയത്. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം സമർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത്. പ്രസംഗത്തിൽ പ്രധാനമായും നിരവധി പേർ പാലസ്തീനിൽ മരിച്ചു വീണിട്ടും ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പാലസ്തീൻ ചരിത്രത്തിൽ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇസ്രായേൽ വീണ്ടും കടന്നാക്രമിക്കുന്ന ഒരു ഘട്ടമാണ് ഉണ്ടാകുന്നത്. ഇസ്രായേലിന്റെ ഒപ്പം നിൽക്കുന്നത് പൈശാചികമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതിനുശേഷം CAA അടക്കമുള്ള നിയമത്തെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞിരുന്നു. ഭരണഘടനയ്ക്ക് നിരക്കാത്തതാണ് ഈ പൗരത്വ ഭേദഗതി നിയമമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബഹുസ്വരത തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്, അത് തടയണമെന്നും അദ്ദേഹം വിശ്വാസികളോട് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ മതേതരത്വത്തെ സ്വീകരിക്കുന്ന ഒരു സർക്കാരെയാണ് വോട്ട് ചെയ്ത് ജയിപ്പിക്കേണ്ടതെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളും ഒക്കെ അദ്ദേഹം വിശ്വാസികളോട് പറഞ്ഞിരുന്നു. പ്രധാനമായും ഈ പരിപാടിയിലേക്ക്, അതായത് ഈ ഈദ് നമസ്കാര പരിപാടിയിലേക്ക് ശശി തരൂരും അതോടൊപ്പം തന്നെ പന്നിൻ രവീന്ദ്രനും അടക്കമുള്ള സ്ഥാനാർത്ഥികളും അവിടെ എത്തിയിരുന്നു. വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം സ്വീകരിക്കാനായാണ് അവരെത്തിയത്. ജനങ്ങളോട് സംവദിച്ചതിന് ശേഷമാണ് അവരും മടങ്ങിയത്. ഏതായാലും ഒരു പുണ്യ റമദാൻ നാളിന് ശേഷമല്ല, ഒരു ചെറിയ പെരുന്നാളാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. അതിനും രാഷ്ട്രീയപരമായും സാമൂഹികപരമായും പല പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. ഏതായാലും ഇന്നത്തെ ചടങ്ങ് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. എല്ലാ വിശ്വാസികളും പ്രാർത്ഥനയ്ക്ക് ശേഷം അവരുടെ വീടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷത്തിലേക്കാണ് ഇനി തലസ്ഥാനത്തെ എല്ലാ വിശ്വാസികളും കടക്കുന്നത്. ലബീഷ്. ശരി വിഷ്ണു. പാളയം ഇമാം സുഹൈബ് മൗലവിയുടെ ഈദ് സന്ദേശവും പ്രസക്തമായിരുന്നു. സമകാലിക വിഷയങ്ങളെല്ലാം തന്നെ പരാമർശിച്ചാണ് അദ്ദേഹം ഈദ് സന്ദേശം നൽകിയത്. കേരള സ്റ്റോറി പ്രദർശനത്തിനെതിരെ ഇമാം രംഗത്തെത്തുകയുണ്ടായി. സമൂഹത്തിൽ വെറുപ്പ് പടർത്തുന്നവരുടെ കയ്യിലെ ഉപകരണമായി ചിലർ മാറുന്നുവെന്നായിരുന്നു വിമർശനം. പൗരത്വ ഭേദഗതി നിയമം രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കുന്നതാണ്. മതനിരപേക്ഷ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന സർക്കാരിനായി വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു. പരസ്പര സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് കേരളത്തിൽ വീണ്ടും ചർച്ചയാവുന്ന കേരള സ്റ്റോറി എന്ന് പറയുന്നത്. ഇത്തരം സിനിമകൾ പ്രചരിപ്പിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നാം കള്ളം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കയ്യിലെ ടൂളായി മാറാൻ പാടില്ല. ഇന്ത്യ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങുന്ന നമ്മുടെ മഹത്തായ ഭരണഘടനയുടെ ആത്മാവിന് നിരക്കാത്ത നിയമങ്ങളാണ് പൗരത്വ ഭേദഗതി നിയമങ്ങളടക്കമുള്ള കാര്യങ്ങൾ. ഒരു സമുദായത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് മതാടിസ്ഥാനത്തിൽ പൗരത്വം അനുവദിക്കുന്ന രീതി നമ്മുടെ രാജ്യത്തിന് കേട്ടുകേൾവിയില്ലാത്തതാണ്. ബഹുസ്വരതയെ ഉൾക്കൊള്ളുന്ന മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു മതേതര സർക്കാർ രൂപപ്പെടുന്നതിന് വേണ്ടിയാവണം നാം നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടത്. കോഴിക്കോട് നിന്നുള്ള പെരുന്നാൾ വിശേഷങ്ങളുമായി മേഘന ചേരുന്നു. മേഘന, നമുക്കറിയാം കോഴിക്കോട് മിഠായി തെരുവിനൊക്കെ ഒരു മൈലാഞ്ചി ചന്തം കൈവരുന്ന മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. ആളുകളെല്ലാം തന്നെ ആഘോഷത്തിന്റെ തിരക്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാകും. എന്തൊക്കെയാണ് കോഴിക്കോട് നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ലിബീഷ്, കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മലബാറിൽ ഈ ഈദ് ആഘോഷങ്ങൾ, ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾ അതിൻ്റെ ഉച്ചസ്ഥായിലാണ്. മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള എല്ലാ ആഘോഷങ്ങളും അത്ര മനോഹരമായി ഇവിടുത്തെ ജനത ആഘോഷിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊട്ടും കുറവ് വരുത്താത്ത രീതിയിലാണ് ഇത്തവണത്തെ ചെറിയ പെരുന്നാൾ ആഘോഷവും നടക്കുന്നത്. കോഴിക്കോട് കടപ്പുറത്തായിരുന്നു ഇത്തവണത്തെ പ്രധാന ഈദ്ഗാഹ് നടന്നത്. അതിൽ നിരവധിയായിട്ടുള്ള വിശ്വാസികളാണ് പങ്കെടുത്തത്. അതായത് പ്രധാനപ്പെട്ട ഈദ്ഗാഹ് നടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് കോഴിക്കോട് കടപ്പുറം ഇന്ന് രാവിലെ 7:30
7:30 തൊട്ട് വലിയ വിശ്വാസികളുടെ ഒരു പ്രവാഹം കോഴിക്കോട് കടപ്പുറത്തേക്കുണ്ടായിരുന്നു. മാത്രമല്ല നിരവധിയായിട്ട്, അതായത് ഈ ചെറിയ പെരുന്നാൾ എന്ന് പറയുന്നത് കഴിഞ്ഞ 29 ദിവസങ്ങളായി ഒരു കഠിനമായിട്ടുള്ള നോമ്പുകളുടെ കാലഘട്ടം, അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള വ്രതാനുഷ്ഠാനത്തിന്റെ കാലഘട്ടത്തിന് ശേഷം അതിൻ്റെയൊക്കെ ഒരു ഫലം എന്ന രീതിയിലാണ് ഇന്ന് ഈദ് ആഘോഷിക്കുന്നത്. മാത്രമല്ല ഈ ഇതിൽ മതപണ്ഡിതനായിട്ടുള്ള ഹുസൈൻ മടവൂരാണ് ഇതിൽ ഒരു സന്ദേശം നൽകിയത്, പ്രഭാഷണം നടത്തിയത്. അതിലടക്കം വളരെ അധികം കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടായിരുന്നു മതപണ്ഡിതനായിട്ടുള്ള ഹുസൈൻ മടവൂരും സംസാരിച്ചിട്ടുണ്ടായത്. അതായത് കേരള സ്റ്റോറി അടക്കം പ്രതിപാദിച്ചുകൊണ്ട് വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ കുറിച്ചടക്കം പ്രതിപാദിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു ആശംസാ സന്ദേശം ഉണ്ടായിരുന്നത്. അതിനുശേഷം വോട്ട് അഭ്യർത്ഥിക്കാനായി സ്ഥാനാർത്ഥികളും ഈ ഒരു ഈദ് നമസ്കാരം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരുന്നു. എളമരം കരീം അടക്കമുള്ള MK രാഘവൻ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിക്കുകയും ആശംസാ സന്ദേശം നൽകുകയും ചെയ്തു. അതിനുശേഷം അരമണിക്കൂർ നീണ്ടുനിന്ന ഈ ഒരു ആശംസ അല്ലെങ്കിൽ ഈദ് നമസ്കാര ചടങ്ങുകൾക്കൊക്കെ ശേഷം ഈ വിശ്വാസികളെല്ലാം വീട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇനി വരുന്ന മണിക്കൂറുകൾ എന്ന് പറയുന്നത് ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക, ഭക്ഷണ വൈവിധ്യങ്ങൾ ഉണ്ടാക്കുക, പങ്കുവയ്ക്കുക, മാത്രമല്ല ഒരു വിവിധ ബന്ധുക്കളെയും മറ്റും സന്ദർശിച്ചുകൊണ്ട് ഒരു പങ്കുചേരലിൻ്റെയും കൂട്ടായ്മയുടെയും ഒക്കെ ഒരു സന്ദേശം മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഇന്നലെ ശവ്വാൽ മാസപ്പിറവി കണ്ടതു മുതൽ മലബാറിൽ ഇതിൻ്റെ ഒരുക്കങ്ങൾ, അതായത് കഴിഞ്ഞ ഒരു മാസക്കാലമായി തന്നെ ഈ ഒരു ഈദിനെ വരവേൽക്കാനുള്ള ഒരു ഒരുക്കത്തിൽ തന്നെയായിരുന്നു വിശ്വാസികൾ ഉണ്ടായിരുന്നത്. മാത്രമല്ല മലബാറിനെ സംബന്ധിച്ചോളം ഈ നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് അത്രത്തോളം മനോഹരമായിരുന്നു. അതായത് ഓരോ വൈകുന്നേരങ്ങളും സായാഹ്നങ്ങളും ഒക്കെ ഇവിടെ കോഴിക്കോടടക്കം വലിയ കൂട്ടായ്മയുടെ ഒക്കെ സന്ദേശം പകരുന്ന വൈകുന്നേരങ്ങളൊക്കെ ആയിരുന്നു. അതായത് പകൽ സമയങ്ങളിൽ നോമ്പെടുക്കുന്നവർക്ക് വേണ്ടി ഭക്ഷണപ്പൊതികളുമായി കാത്തിരിക്കുന്നവരൊക്കെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഫലം എന്ന രീതിയിലേക്കാണ് ഇന്ന് ഈദ് ആഘോഷിക്കുന്നത്. അതിനുശേഷം സക്കാത്ത് നൽകുന്ന പരിപാടികളടക്കം, സക്കാത്ത് എന്നൊക്കെ പറയുന്നത് മുസ്ലിം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സക്കാത്ത് നൽകുന്ന ചടങ്ങുകൾ അടക്കമുണ്ടായിരുന്നു. അതിനുശേഷം ഇനി വരുന്ന ഒരു മണിക്കൂറുകൾ എന്ന് പറയുന്നത് വൈവിധ്യമാർന്ന ഭക്ഷണം ഉണ്ടാക്കുക, ശേഷം പങ്കുവയ്ക്കുക, അങ്ങനെ ഈ കോഴിക്കോട് ജില്ലയിലും മലബാറിലും ഈ ഈദ് ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. മേഘന, ഇപ്പോൾ ഈ ഡോക്ടർ ഹുസൈൻ മടവൂരിൻ്റെ പ്രതികരണം വളരെ പ്രസക്തമാണ്. പ്രതികരണത്തിലേക്കൊന്ന് പോകാം. ലവ് ജിഹാദ് എന്നൊന്നില്ലെന്ന് മതപണ്ഡിതൻ ഡോക്ടർ ഹുസൈൻ മടവൂർ. കേരളത്തിൻ്റെ ചരിത്രം മതേതരത്വമാണ്. കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചാൽ തകരുന്നതല്ല മതേതരത്വമെന്നും അദ്ദേഹം കോഴിക്കോട് ഈദ് സന്ദേശത്തിൽ പറഞ്ഞു. There is love, but no jihad. അത് ലവ് ജിഹാദ് എന്നൊരു സാധനം ഉണ്ടാക്കിയെടുത്തു. There is love, അത് ശരിയാണ്. അത് ജാതിയും മതവും ഭാഷയൊന്നും നോക്കാതെ, വൻകര പോലും നോക്കാതെ പ്രേമം നടക്കുന്നുണ്ട്. അത് ഓരോരുത്തരും കരുതിക്കൊള്ളുക. ഏതെങ്കിലും കെണി ചെന്ന് ചാടുന്നത് അതൊരു സാമുദായിക വിഷയമല്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. പക്ഷെ there is no ജിഹാദ്. അതിൻ്റെ പേരിൽ ഒരു ജിഹാദൊന്നുമില്ല ഇവിടെ. ആരും അതിന് പ്രവർത്തിക്കുന്നില്ല, അതിന് ആവശ്യവും ഇല്ല. അങ്ങനെ മതത്തിലേക്ക് ആളുകൾ വരേണ്ടതുമില്ല. ഇതും യഥാർത്ഥത്തിലുള്ള നമ്മുടെ ഹിസ്റ്ററി രേഖപ്പെടുത്തുന്നതിന് ആവശ്യമാണ്. കോഴിക്കോട്ടെ മാപ്പിളന്മാർ കാവ്യമാരുടെ നേതൃത്വത്തിൽ സാമൂതിരിയെ ചെന്ന് കാണുന്നത് എനിക്ക് വളരെ സന്തോഷമായി. സാമൂതിരിയുടെ പൊന്നാട അണിയിക്കുന്നത് അതൊക്കെ തന്നെ വളരെ മനോഹാരിതമാണ്. ഇതാണ് റിയൽ കേരള ഹിസ്റ്ററി എന്ന് നാം ആളുകളോട് പറയേണ്ടതുണ്ട്. ഇപ്പോൾ കൊച്ചിയിലെ പെരുന്നാൾ വിശേഷങ്ങളുമായി AT അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, പെരുന്നാൾ നമസ്കാരമൊക്കെ പൂർത്തിയാക്കി വിശ്വാസികൾ വീടുകളിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഇനി ആഘോഷത്തിൻ്റെ മണിക്കൂറുകളാണ്. രുചികരമായ ഭക്ഷണ മേളങ്ങളുടെ ആഘോഷങ്ങളാണ് വരാനിരിക്കുന്നത്. മൈലാഞ്ചി ചന്തമണിഞ്ഞുള്ള ആഘോഷ നിമിഷങ്ങളാണ് ഇനിയുള്ളത്. എങ്ങനെയുണ്ട് കൊച്ചിയിലെ ആഘോഷങ്ങളൊക്കെ? ലിബീഷ്, കൊച്ചിയിലെ ആഘോഷങ്ങളൊക്കെ രാവിലെ തന്നെ ഈ നമസ്കാരത്തോടു കൂടിയാണ് ഈ ആഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ നടൻ മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ എത്തുന്നതായിരുന്നു. പക്ഷേ രണ്ടുപേരും സ്ഥലത്തില്ല. പക്ഷേ മറൈൻ ഡ്രൈവിലെ ഈദ്ഗാഹ് വലിയ രീതിയിൽ ആളുകൾ അവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. എന്തായാലും രാവിലെ തന്നെ ഈദ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ആളുകൾ വീട്ടിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഇനി വീടുകളിലാണ് ഈ ആഘോഷങ്ങളൊക്കെ തുടരുന്നത്. ഇന്ന് നടന്ന മറൈൻ ഡ്രൈവിൽ നടന്ന പരിപാടിയിൽ കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന സംയുക്ത മഹല്ല് കമ്മിറ്റികളുടെ
നഗറിലെ ഈദ്ഗാഹിൽ പുല്ലേപ്പടി ജുമാ മസ്ജിദ് ഇമാം സലാഹുദ്ദീൻ മദനിയാണ് ഈ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത്. അദ്ദേഹമാണ് ഇതിൽ തന്റെ സന്ദേശം ഒക്കെ നൽകിയത്, ഈദ് സന്ദേശമൊക്കെ നൽകിയത്. ഈ വളരെ പ്രധാനപ്പെട്ട ഒരു സമയം കൂടിയാണിത്. അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയമായതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രധാനമായും ഈ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. നിർണായകമായ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നു എന്നാണ് അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയത്. നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന വേളയിലാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. എല്ലാവരും വോട്ട് ചെയ്യണം, മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ശക്തി പകരാൻ വേണ്ടി വോട്ട് ഉപയോഗിക്കണം, ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നവരെ ഭരണത്തിൽ എത്തിക്കരുത്. അതുപോലെ തന്നെ സാധാരണ ഇങ്ങനെ പറയേണ്ടി വരാറില്ല, പക്ഷെ ഇത്തവണ അത് പറയേണ്ടി വരുന്നു. നിസ്സംഗത പാലിക്കരുത്, ഈ ഉത്തരവാദിത്തം നിറവേറ്റണം. ഈ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സന്ദേശം ഉണ്ടായിരുന്നത്. എന്തായാലും ഈ വർഷത്തെ ഏറ്റവും ആഘോഷങ്ങളെല്ലാം തന്നെ കണ്ടാൽ നമുക്കറിയാം, അതിൽ തെരഞ്ഞെടുപ്പ് വലിയ വിഷയം തന്നെയാണ്, രാഷ്ട്രീയം വലിയ വിഷയം തന്നെയാണ്, രാഷ്ട്രീയം തന്നെയാണ് ഈ ഈദ് സന്ദേശത്തിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്നത്. ലിബിഷ്. ശരി അശ്വതി, സംസ്ഥാനത്തെങ്ങും ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. വിശ്വാസികൾ ആഘോഷ നിറവിലാണ്. വിവരങ്ങളാണ് വിവിധ മേഖലകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികളായ വിഷ്ണു കരുണാകരൻ, മേഘന മുരളി, ഒപ്പം AT അശ്വതിയും നൽകിയത്.